ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശംഭൂട്ടൻ്റെ സ്കൂളിൻ്റെ റീഓപ്പണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി സ്കൂള് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ രണ്ടാമത് വെക്കേഷൻ കഴിഞ്ഞിട്ട് റീഓപ്പൺ ചെയ്യുകയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അതായത് നമ്മുടെ UKG സെക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അപ്പം തന്നെ തുടങ്ങും, 1 വീക്കിനുള്ളിൽ തന്നെ തുടങ്ങും. അതിനുശേഷം 1 മന്ത് ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം ഒരു 1.5 മന്ത്, ഓൾമോസ്റ്റ് 2 മന്ത്സ് നമുക്ക് സമ്മർ വെക്കേഷൻ. അത് കഴിഞ്ഞ് പിന്നെയും ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം മാർച്ച് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേന് ശംഭൂട്ടൻ്റെ UKG കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളാണിത്. അതുവഴി പോകുന്ന വഴിയിലൂടെ പോകുന്ന പാറ്റേനെയും പല്ലീനെയും മീനിനെയും എന്തിനാണ് എല്ലാവർക്കും ബയ്യും ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് സ്കൂളിലെ ക്ലാസ്സിലെ ടീച്ചറിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ബയ്യൊക്കെ കൊടുത്ത് നമ്മൾ ശംഭൂട്ടൻ്റെ UKG സെക്ഷൻ, അതായത് ബാൽവാട്ടിക 3 കഴിയുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇനി അടുത്ത സ്കൂളിലേക്ക്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ചേരുമ്പോൾ പുതിയ സ്കൂളിലേക്കാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആ സ്കൂളിനോട് വിട പറഞ്ഞു പോവാണ്. അതിനുശേഷം ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി അവരുടെ അക്കാഡമിക് ഇയറിൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് നമുക്ക് തന്നു, ഹെൽത്ത് കാർഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊരു പബ്ലിക് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അഡ്രസ്സൊക്കെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തിരിക്കുന്നതും. അതേപോലെ ടീച്ചേഴ്സിൻ്റെയും അമ്മാജീസിൻ്റെയും ഒക്കെ ഒരു ഫേസൊക്കെ അതൊക്കെ അവരുടെ കൺസേണിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. ഇതിപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ മാത്രം നമ്മുടെ കൺസേൺറ്റാണല്ലോ നമ്മൾക്ക് വേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഡേ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് തന്നെ 1ാം ക്ലാസ്സിലേക്ക് വേണ്ടി അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നല്ലോ. അപ്പം 2-3 ദിവസത്തെ പ്രോസസ്സായിരുന്നു എനിക്കത്. അതുകൊണ്ട് ഞാൻ പോയിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ കൂടെ ഒരു ദിവസം രശ്മേച്ചിയും അമ്മൂട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസം നമ്മളെടുത്ത വീഡിയോ ആണ്. ഇത് സ്കൂളല്ല, ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുന്ന ഓഫീസിലേക്കാണ് കേട്ടോ വന്നത്. അതിനുശേഷം രഞ്ജേട്ടനും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിട്ടാണ് ശംഭൂട്ടന് യൂണിഫോമൊക്കെ മേടിച്ചത്. കാരണം നമ്മൾ വേറൊരു വഴിക്ക് പോകുന്ന വഴിക്ക് അവിടെ പോയി യൂണിഫോം മേടിച്ചു. ഹൗസ് ഡ്രസ്സ് അറിയില്ല, കാരണം സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളൊക്കെ വന്നതിന് ശേഷം അവരുടെ ഹൗസസൊക്കെ തിരിച്ചതിന് ശേഷമാണ് ഹൗസ് ഡ്രസ്സ് തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ ഒരു മാസം നമുക്ക് ബേസിക് യൂണിഫോം മാത്രം മതി. അപ്പം നമ്മൾ അവൻ്റെ യൂണിഫോമും സോക്സും ഒക്കെ മേടിച്ചു. ഇനി നമുക്ക് മേടിക്കാനുള്ളത് ഷൂവും ഹൗസ് ഡ്രസ്സുമാണ്. അത് നമുക്ക് ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ മേടിക്കാമെന്ന് കരുതി നമ്മൾ മാർച്ച് മാസം അവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു ഫാൻസിയിൽ കയറി. അവിടെ ശംഭൂട്ടിന് വേണ്ടതായിട്ടൊന്നുമില്ല. പെൺകുട്ടികൾക്ക് കാണുന്ന എല്ലാ ശംഭൂട്ടിന് വേണം. പക്ഷേ അത് മോനുള്ളതല്ല, അല്ലെങ്കിൽ മോൻ്റെ വീട്ടിലുള്ളതാണ്. ഇപ്പം എനിക്കുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വഞ്ചി, നമ്മൾ കുടുക്കയില്ലേ, കുടുക്ക ഓൾറെഡി വീട്ടിലുണ്ട്, പിന്നെയും നല്ല ഫാൻസി ആയിട്ടൊരെണ്ണം കാണുമ്പോൾ അത് വേണമെന്ന് പറയും. അപ്പോൾ ഇല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ യൂസ് ഒന്നാണ്, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും മേടിക്കാണ്ട് പോരണ്ടെന്ന് കരുതി ഞാനങ്ങനെ ആവശ്യമില്ലാത്തൊന്നും മേടിച്ച് കൊടുക്കാറില്ല. എന്തെങ്കിലും എസെൻഷ്യലായിട്ട് വേണമെങ്കിൽ മാത്രമേ ഞാൻ മേടിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ രശ്മിയേച്ചിക്ക് സങ്കടം തോന്നിയിട്ട് രശ്മിയേച്ചി അവനൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. ഞാനങ്ങനെ പൊതുവേ പ്രോത്സാഹിപ്പിക്കാറില്ല, ഇങ്ങനെ സോപ്പിടാൻ വേണ്ടി അങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. അവൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ അടിപൊളി ഫാൻസി നല്ല കമ്മലൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ലൈറ്റിങ് ശ്രദ്ധിച്ചോ, മഞ്ഞയും വെള്ളയൊക്കെ ഇങ്ങനെ മാറി മാറി കത്തി കത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ, ഇതിൻ്റെ കളർ ഏതാണ്. ഇവിടുന്ന് മേടിച്ച് നമ്മളെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഉദ്ദേശിച്ച കളർ ആയിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പിന്നെ മെയിൻ കാരണം എന്താ വെച്ചാൽ എനിക്കിതിൻ്റെ ഒന്നും സെലക്ഷൻസ് അറിയില്ല. എനിക്ക് വേണ്ടി സാധനങ്ങൾ കല്യാണം വരെ മേടിച്ചുകൊണ്ടിരുന്നത് അമ്മയും, കല്യാണത്തിന് ശേഷം 2 അമ്മമാരും പിന്നെ പ്രജിയും കൂടെയാണ് എനിക്ക് മേടിച്ച് തരുക. അതിപ്പം ഫാൻസീസ് ആയാലും അതല്ലെങ്കിൽ ഡ്രസ്സാണെങ്കിലും ഇവരൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുക. എനിക്കങ്ങനെ നല്ലൊരു സെലക്ഷനുള്ള ആളൊന്നും അല്ല, പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെയും കാര്യത്തിൽ കേട്ടോ. എല്ലാ ഐഡിയ ഒക്കെ ഉണ്ടാവും, പക്ഷേ നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമൊന്നും നോക്കിയെടുക്കാനും അല്ലെങ്കിൽ എനിക്കറിയില്ല. എനിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ പോകുമ്പം ഇന്ന ലുക്കായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര ഭംഗി വേണം നമ്മളെ കാണാൻ എന്ന് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. ഇനി ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് നിന്നിരുന്ന വേഷത്തിൽ തന്നെ പാർട്ടിക്ക് പോകാനും എനിക്ക് മടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരുങ്ങിയാലേ പാർട്ടിക്ക് പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക്. പക്ഷേ അങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകുന്നതാണ് കുറച്ചും കൂടി ഒരു പ്ലസൻറ്റബിളായിട്ട് തോന്നുക. എനിക്കങ്ങനെയൊന്നും ഇല്ല, ഞാൻ നിന്ന വേഷത്തിൽ തന്നെ പോകാനും റെഡിയാണ്. അപ്പോൾ അങ്ങനെ അടുത്തൊരു സമയം ഞങ്ങൾ ഈ കട തന്നെ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ സ്വപ്നേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ശംഭൂട്ടൻ്റെ സ്കൂൾ തുറന്നു. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ സ്കൂൾ തുറന്നു. നമ്മൾ പോയി. അപ്പോൾ ഇത്രയും നേരം കണ്ടപ്പോൾ ശംഭൂട്ടൻ ഹാപ്പി ആയിട്ട് പോകുന്നില്ല. നമ്മൾ വിചാരിച്ചത് അവിടെ ചെന്നപ്പോൾ ആൾ കുറച്ച് സങ്കടത്തിലായിരുന്നു കേട്ടോ, വിഷമത്തിലാണ്. കാരണം പഴയ കുട്ടികളും പഴയ ടീച്ചറും ഒന്നും അല്ലല്ലോ. അവൻ പൊതുവേ സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ള കുഞ്ഞാണ്. പക്ഷേ ഇവൻ്റെ ഈ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. കാരണം ഫസ്റ്റ് ഡേ സ്കൂളിൽ നഴ്സറിയിൽ ഇവനെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി സ്കൂളിലൊന്നും വിടണ്ട, കുറച്ച് വലുതായിട്ട് ഡയറക്റ്റ് 1ാം ക്ലാസ്സിൽ വിട്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രയ്ക്ക് എനിക്ക് വിഷമമായിരുന്നു ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണാൻ.
വിഷമമാണ്. കാരണം നഴ്സറി മൊത്തം അവൻ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. സ്കൂൾ നിർത്താമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഈ കരച്ചിൽ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്നറിയാമോ? നാളെ തൊട്ട് അവൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് 100%, 101% ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവനിങ്ങനെ പറയുകയാണ്, ഓരോ കാര്യങ്ങൾ എന്നോട് പറയുകയാണ്, ഇല്ല അമ്മ എനിക്ക് പോകണ്ട, എനിക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി. അല്ലെങ്കിൽ വെക്കേഷനായിട്ട് എൻ്റെ കൂടെ നിന്ന് ശീലിച്ചൊന്നും അല്ല, 1 വീക്കല്ലേ ആയുള്ളൂ. അവിടുത്തെ ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് 2 വീക്സേ ആയിട്ടുള്ളല്ലോ. അപ്പം അവൻ അവിടെ പോയിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ വേറെ കുട്ടികളൊക്കെ വന്നല്ലോ, അപ്പോൾ അവൻ ഹാപ്പിയായി. പിന്നെ ഒരു ബുക്ക് മാത്രം പെൻഡിങ് ഉണ്ടായിരുന്നു GKയുടെ. അത് ഞങ്ങൾ ഈ 1.5 മാസം കഴിഞ്ഞ്, ഇതൊക്കെ മാർച്ചിൽ നടന്ന വീഡിയോ ആണ്. ഇപ്പം ഈ കാണുന്നത് തൊട്ടാണ് നമ്മുടെ ഇപ്പം റീസെൻ്റ്ലി നടന്ന കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രജിയുടെ സ്ഥലത്തേക്ക് വെക്കേഷന് വേണ്ടി പോയിരുന്നു. അതിന് ശേഷം ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് വന്നിട്ട് GKയുടെ ബുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് മേടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു നല്ല കടയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ പണ്ടത്തെ നമ്മുടെ സിപ്പപ്പ് കിട്ടുമായിരുന്നു, പാലൈസ്, വാനിലയുടെ സിപ്പപ്പ്, ചോക്ലേറ്റിൻ്റെ സിപ്പപ്പ്, സ്ട്രോബെറിയുടെ ഒക്കെ. അത് അന്ന് ബുക്കൊക്കെ മേടിക്കാൻ പോയപ്പം യൂണിഫോമൊക്കെ മേടിച്ചപ്പോൾ രഞ്ജിയേട്ടൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് മേടിച്ച് തന്നിരുന്നു. ആ ഒരു ഇതിൽ ഞാൻ പ്രജിനെ കൊണ്ട് കയറിയതാണ്. പക്ഷേ അവിടെ ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നമുക്കുള്ളത് റാസ്ബെറിയുടേത്, ഓറഞ്ചിൻ്റെത്, അതേപോലെ ചില്ലി ഗോവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച സാധനവും അല്ല അത്, എന്നാലും കിട്ടിയത് മേടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് ചില്ലി ഗോവയാണ്, പക്ഷേ അത് പ്രജിക്ക് വേണ്ടി എടുത്തതാണ്. പ്രജിക്ക് ഇഷ്ടപ്പെട്ടത് റാസ്ബെറിയാണ്, അത് എനിക്ക് വേണ്ടി എടുത്തതാണ്. അത് ശംഭുവിൻ്റെ ഓറഞ്ച് തന്നെയാണ് കേട്ടോ ശംഭു കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഭയങ്കര പുളിയായിപ്പോയി റാസ്ബെറിക്ക്. പക്ഷേ ചില്ലി ഗോവ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ചുവന്ന നമ്മുടെ പേരയ്ക്കായി നല്ല ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളതൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? നമ്മുടെ ശംഭൂട്ടൻ്റെ ഹൗസ് ഡ്രസ്സ് മേടിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് സമ്മർ വെക്കേഷൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ 1 മാസം നമ്മൾ നോർമൽ യൂണിഫോം ഇട്ട് തന്നെയാണ് പോയത്. അതിനുശേഷം ഹൗസൊക്കെ തിരിച്ചു. ശംഭൂട്ടൻ ബ്ലൂ ഹൗസാണ്, അപ്പം നമുക്ക് ബ്ലൂ യൂണിഫോം മേടിക്കണമായിരുന്നു. അപ്പം അതിന് വേണ്ടി ഞാൻ പ്രജി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം 1 മാസത്തെ ക്ലാസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നമുക്ക് യൂണിഫോം മേടിക്കാൻ വേണ്ടി പോവാം. സെയിം കടയിൽ തന്നെയാണ് നമുക്ക്. പക്ഷേ ഹൗസ് അറിഞ്ഞായിരുന്നെങ്കിൽ അന്ന് തന്നെ മേടിക്കാം. പക്ഷേ കുട്ടികളെല്ലാം വന്നതിന് ശേഷമല്ലേ ഹൗസ് തിരിക്കുകയൊക്കെ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് ഏപ്രിൽ തൊട്ട് അടുത്ത ജൂൺ വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് എത്ര കുട്ടികൾ വന്നാലും അതിനനുസരിച്ച് ഹൗസൊക്കെ തിരിക്കണമല്ലോ. ഈ ഹൗസായിരിക്കും കുറച്ച് നാൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ഈ സ്കൂളിൽ പഠിക്കുന്നിടത്തോളം കാലം എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടുന്ന് കുഞ്ഞിന് മേടിക്കാനുള്ള ഹൗസ് ഡ്രസ്സും പിന്നെ ഷൂ ആണ്. ഷൂവും ഞാൻ ആ 1 മാസം വിട്ടിരുന്നത് നഴ്സറിയിൽ, അതായത് UKGയിലെ അതേ ഷൂ വെച്ചിട്ടാണ്. പക്ഷേ അത് നല്ല ടൈറ്റാണ്. പിന്നെ മാത്രമല്ല ഇനി ഈ 1 വർഷത്തേക്ക് അതെന്തായാലും അവന് പറ്റുകയില്ല. പക്ഷേ ബാഗും ബാക്കി സാധനങ്ങളും എല്ലാം അവൻ ഓക്കെയാണ്. ഷൂ മാത്രം എന്തായാലും കാല് വളരുന്നതനുസരിച്ച് വളരുമല്ലോ. അപ്പോൾ 1ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് അവൻ്റെ സൈസ് നമ്പർ 1 ആയിട്ടുണ്ട്. അതായത് അഡൽട്ട് സൈസിലേക്ക് കയറിയിട്ടുണ്ട്. ഇത്രയും നാളും 26, 28, 29 അങ്ങനത്തെ ഒരു ബേബി സൈസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പം അഡൽട്ട് സൈസിലേക്ക് കയറിയിട്ട് സൈസ് നമ്പർ 1 ആയിട്ടുണ്ട് ഷൂസിൻ്റെ. അപ്പം അത് മേടിക്കാമെന്ന് കരുതി. എന്നാൽ 1 സൈസ് എത്തിയോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കാരണം കുറച്ച് വലുതാണ്. എന്നാലും പ്രജി പറഞ്ഞു 15 ഒരു 2-3 മാസം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ സൈസിലേക്ക് എത്തും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഷൂ മേടിക്കാൻ പോകണല്ലോ. സാധാരണ അച്ഛനമ്മമാരുടെ മൈൻഡ് ഒരു അടുത്ത വർഷം കൂടി ഇടാം. അടുത്ത വർഷം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വർഷം കംപ്ലീറ്റ്ലി ഇടാൻ പറ്റണം. കാരണം ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി അവന് ഫിറ്റല്ല, കുറച്ച് ലൂസാണ്. പക്ഷേ എന്തായാലും ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇവൻ്റെ കാലിൻ്റെ സൈസ് മാറും. പക്ഷേ ഈ ഷൂ ഒരിക്കലും കേടാവുകയില്ല കേട്ടോ. കാരണം നഴ്സറി മേടിച്ചത് തൊട്ട് ഇപ്പോഴും ആ ഷൂ കേടാകാതെ ഇരിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി 1 വർഷം മഴയത്തും വെയിലത്തും മൊത്തം ഇടുന്നതുമാണ്. എന്നാലും അത് കേടായിട്ടില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഷൂ ആണ് കേട്ടോ ഗോളയുടെ. ഞങ്ങൾ എല്ലാ വർഷവും ഈ യൂണിഫോമിൻ്റെ കൂടെ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇത് തന്നെയാണ് നല്ല ഷൂ കേട്ടോ. അത് കഴിഞ്ഞ് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും നമുക്ക് മേടിക്കണമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒന്നും കേടായിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും മേടിക്കുന്നത് കഴിഞ്ഞ വർഷം അവരുടെ ലഞ്ച് ടൈമിൽ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ആയമാർ അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം തൊട്ട് അവർ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പം മോന് തുറക്കാൻ ഈസി ആയിട്ടുള്ള ക്ലിപ്പുള്ള രീതിയിലുള്ളതാണ് മേടിക്കുന്നത്. കഴിഞ്ഞ വർഷം നല്ല റബ്ബർ ബുഷൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ട് കൊടുത്തു. നമ്മുടെ പണി നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തു. അതേപോലെ ശംഭൂട്ടിൻ്റെ പണി പെർഫെക്റ്റായിട്ട് ചെയ്തു. രാവിലെ നല്ല കുട്ടിയായിട്ട് എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് നല്ല മോനായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ സ്നാക്സിന് കൊടുത്തു വിടുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്താലില്ലേ അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ അല്ലിയായിട്ട് എടുത്ത് കടിക്കുമ്പം അതിനകത്ത് കുരു അവൻ കടിക്കും. അപ്പം ഇതിങ്ങനെ ആണെങ്കിൽ കുരു ഇങ്ങനെ കാണുമ്പോൾ തട്ടിക്കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ
കഴിക്കാൻ അവന് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 ടിഫിൻ ബോക്സാണ് നമ്മൾ കൊടുത്തു വേണ്ടത്. ഒന്ന് ഷോർട്ട് ബ്രേക്കിനുള്ളത്, അപ്പോൾ അതൊരു കുഞ്ഞ് എന്തെങ്കിലും ഒരു സ്നാക്സ് മതി. പിന്നെ ലോങ് ബ്രേക്കിന് വേണ്ടി ഞാൻ ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത്. ഞാൻ പാക്കറ്റിലെ മേടിക്കാറില്ല ഒരു സാധനവും, മീൻസ് ഇങ്ങനത്തെ കഴിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡാണ് കൊടുത്തു വിടുക, 99%. അപ്പോൾ ചപ്പാത്തി കൊടുത്തു വിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കൂടെ ഉള്ള കുട്ടികളെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അവർ കൊണ്ടുവരിക മോസ്റ്റ്ലി ചപ്പാത്തി, ആലു പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ശമ്പൂട്ടൻ അതായിരിക്കും കഴിക്കാൻ അവിടുന്ന് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ സ്റ്റിക്കറൊന്നും പറിച്ച് കളയാത്തത് എൻ്റെ ഇതുകൊണ്ടല്ല, അവൻ തന്നെ പറഞ്ഞു അമ്മ സ്റ്റിക്കർ പറിക്കില്ലേ, എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ കരുതി എന്നാൽ 2 ദിവസം അങ്ങനെ ഇരിക്കട്ടെ എന്ന്. ഓൾറെഡി ഞാനത് ചൂടുവെള്ളത്തിലൊക്കെ മുക്കി വെച്ചായിരുന്നു അത് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ പോയിട്ടുമുണ്ട്. അപ്പോഴാണ് വന്ന് പറഞ്ഞത് അമ്മേ എനിക്ക് സ്റ്റിക്കർ കളയല്ലേ, എൻ്റെ സ്റ്റിക്കറാണെന്നൊക്കെ. ശരി പറഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ദോശയും ചട്നിയും കൊടുത്തു. അത് നല്ല മോനായിട്ടിരുന്ന് കഴിച്ചു. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി നേരെ പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി കേട്ടോ. കാരണം ഈ പ്രാവുകൾ എല്ലാ ദിവസവും ശമ്പൂട്ടൻ നമ്മൾ എപ്പോഴും ഇവിടെ പ്രാവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൻ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ ഓടിച്ച് അതിനെ പറപ്പിക്കും. ഇന്ന് ഓടി അങ്ങോട്ട് പറപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ആളുടെ മോളെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ കുഞ്ഞിതിനെ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശമ്പൂട്ടൻ ഓടുന്നത് പ്രാവിനെ പറത്തിക്കാനാണല്ലോ. അപ്പോൾ കുഞ്ഞ് കണ്ടിട്ട് പ്രാവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ പറത്തി വിട്ടാൽ കുഞ്ഞിന് സങ്കടം ഉണ്ടാവും എന്ന് തോന്നിയിട്ട് അവൻ അതിനെ പറത്താതെ മെല്ലെ പോയി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു എന്താ ഓടാന്ന് ചോദിച്ചപ്പോൾ ബേബി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം ഞാൻ പറത്തി വിട്ടാൽ ബേബിക്ക് സങ്കടമാവില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ശമ്പൂട്ടൻ ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നത് ഓർത്തിട്ട് കുഞ്ഞിനെ ഓർത്തല്ലോ. അതിനുശേഷം എന്താ ഫസ്റ്റ് ഡേ കണ്ട ശമ്പൂട്ടൻ അല്ലല്ലോ ഇന്ന് കണ്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അമ്മ ഇതൊന്ന് ഇടിച്ച് പൊളിച്ചാൽ പോലും ഇത് ആവില്ല, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. വന്നത് ട്രക്കായിരുന്നു കേട്ടോ, കുട്ടികളെ കൊണ്ടുവന്ന വണ്ടി തന്നെയാണ്. അപ്പം അതിലേക്ക് പോയി ഹാപ്പി ആയിട്ട് പോയി. പക്ഷേ ഈ വണ്ടി പോകുന്നിടം വരെ ഈ ഉമ്മയും ടാറ്റയും ഒക്കെ ഉണ്ടാവും. എന്നാലും അവൻ ഹാപ്പിയാണ്. ഫസ്റ്റ് ഡേ മാത്രം ഒരു പരിചയമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് മാത്രം ഉണ്ടായിരുന്ന വിഷമമാണ്. ആൾക്ക് സ്കൂളിൽ പോകാനും ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ മോൻ്റെ സ്കൂളും റീഓപ്പൺ ചെയ്ത് മോനും ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോയി. ഞാനും ഇത് മെമ്മറിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.